പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഇറ്റി ടീച്ചറിൻ്റെ 90-ാം ജന്മദിനം ആഘോഷിക്കുന്നതിനായിട്ട് ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന്, ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല, ഒരു ദീർഘമായ സ്വാഗത പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നറിയാം. എന്നാലും 2 വാക്ക് പറയാതെ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ നമ്മൾ വളരെ വിമുഖത കാണിച്ചിരുന്നു. 40 വർഷം മുമ്പ് അപ്പച്ചൻ പിരിഞ്ഞു പോയതിന് ശേഷം അമ്മയുടെയും എൻ്റെ മൂത്ത ചേട്ടൻ്റെയും നേതൃത്വത്തിലാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോയത്. തമ്പുരാനോട് നന്ദി പറയണം എന്നുള്ള ഒറ്റ ഒറ്റ ആവശ്യത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഇവിടെ നിർത്തിയിട്ടുള്ളത്. എല്ലാ അച്ഛന്മാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും, എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നിൻ വേദനയിൽ, നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽകാൻ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാമമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ, പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ, നിന്നെ എന്നും ചേർക്കാം, ഇതാ ഇതാ നിൻ
എൻ്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ